ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ഓക്കെ, ടോപ്പോളജിക്കൽ സ്പേസ്. ഇതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെട്രിക് ടോപ്പോളജിയെ കുറിച്ചായിരുന്നു. മെട്രിക് ടോപ്പോളജി. ഓക്കെ, സോ ടോപ്പോളജി എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഷേപ്പുകളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഓക്കെ, ഷേപ്പുകളെ കുറിച്ചുള്ള ഒരു പഠനം. അത് ടോപ്പോളജിക്കൽ സ്പേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു സ്പേസിലേക്ക്, മെട്രിക് സ്പേസിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടോപ്പോളജിക്കൽ സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലായിട്ടും ഷേപ്പുകൾക്കാണ് ഇമ്പോർട്ടന്റ് വരുന്നത്. സോ ഒരു ടോപ്പോളജി എന്താന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് എക്സ് എന്നുള്ളൊരു സെറ്റ് എടുത്തു. ആൻഡ് ടോ എന്നുള്ളത് ഒരു ടോപ്പോളജിയാണ്. ടോ എന്നുള്ളത് ടോപ്പോളജി എന്ന് പറയുന്നതിന് നല്ലത് ടോ ഈസ് എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. എക്സിന്റെ ചില സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് സാറ്റിസ്ഫൈയിങ്. ഒന്നാമത്തത് ഫൈ ആൻഡ് എക്സ് ബിലോങ്സ് ടു ടോ. ടോ എന്നുള്ളത് കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. അതില് ഫൈയും എക്സും ഉണ്ടായിരിക്കണം. ആൻഡ് രണ്ടാമത്തത് ആർബിട്രറി. ടോ ഈസ് ക്ലോസ്ഡ് അണ്ടർ arbitrary unions. Okay, arbitrary unions. And third one is tau is closed under finite intersections. Okay, so x എന്നുള്ള സെറ്റ് എടുത്തു. എക്സിന്റെ സെറ്റുകൾ, എക്സിലുള്ള സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് ടോ. അങ്ങനെയാണെങ്കിൽ ടോ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോ ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. ടോ ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. ടോ ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. ആൻഡ് ദ ഓർഡർഡ് പെയർ എക്സ് ടോ ഈസ് കോൾഡ് ദ ടോപ്പോളജിക്കൽ സ്പേസ്. എക്സ് ടോ ഈസ് കോൾഡ് ദ ടോപ്പോളജിക്കൽ സ്പേസ്. സോ ഇതാണ് നമ്മുടെ ടോപ്പോളജിക്കൽ സ്പേസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കി നോക്കാം. ഓക്കെ, some examples are there. ഒന്നാമത്തെ എക്സാമ്പിൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ, എക്സ് എന്നുള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാല് ടോ ഈസ് ഈക്വൽ ടു ഫൈ ആൻഡ് എക്സ് ഇറ്റ്സെൽഫ്. ഫൈ ആൻഡ് എക്സ് ഇറ്റ്സെൽഫ്. അപ്പൊ നോക്കൂ, ഫൈയും എക്സും അതിലുണ്ട്. ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ എടുത്ത് എന്താ കിട്ടുക? എക്സ് യൂണിയൻ ഫൈ എടുത്തു കഴിഞ്ഞാല് എക്സ് കിട്ടും, ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ടോ. രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുത്ത് എന്ത് കിട്ടും? എക്സ് ഇന്റർസെക്ഷൻ ഫൈ ഈക്വൽ ടു ഫൈ ബിലോങ്സ് ടു ടോ. ഓക്കെ, ബിലോങ്സ് ടു ടോ. സോ ടോ ഈസ് എ ടോപ്പോളജി ഓൺ എക്സ്. ഏറ്റവും ചെറിയ ടോപ്പോളജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ടോ ഈസ് എ ടോപ്പോളജി. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഓക്കെ, ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി. നെക്സ്റ്റ് പറയുന്നത് രണ്ടാമത്തെ എക്സാമ്പിള്, എക്സ് എന്നുള്ള സെറ്റ് എടുത്തു. എക്സ് എന്നുള്ള സെറ്റില് ടോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പവർ സെറ്റ് ഓഫ് എക്സ്. ഓക്കെ, പവർ സെറ്റ് ഓഫ് എക്സ്. ഓൾ പവർ സെറ്റ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ്. എല്ലാ സബ്സെറ്റുകളും. അതിൽ നമ്മൾ നോക്കുക, രണ്ട് എലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ടോയിലുള്ള രണ്ട് എലിമെന്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം അതൊരു സബ്സെറ്റ് ആയിരിക്കും. സോ എക്സ് എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. ടോ എന്നുള്ളത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ്. സോ ഏത് രണ്ട് എലിമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് ടോയിലുണ്ടായിരിക്കും. രണ്ടായാലും ഫൈനൈറ്റ് ആയാലും. ആർബിട്രറി യൂണിയൻ എടുത്തു കഴിഞ്ഞാലും അത് ടോയിലുണ്ടായിരിക്കും. ഇതിനാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഡിസ്ക്രീറ്റ് ടോപ്പോളജി. സോ രണ്ട് എക്സ്ട്രീംസ് ആണ്. ഇതാണ് ഏറ്റവും മാക്സിമം വരുന്ന ടോപ്പോളജി. രണ്ട് എക്സ്ട്രീംസ്. അതിന് മുൻപത്താണ് നമ്മൾ ഏറ്റവും ചെറിയ ടോപ്പോളജി എന്ന് പറയുന്നത്. മൂന്നാമത്തെ നമുക്ക് ആർ എടുത്ത് നോക്കാം. ആർ റിയൽ ലൈൻ വിത്ത് യൂഷ്വൽ ടോപ്പോളജി. ടോ ഈസ് ഈക്വൽ ടു യൂഷ്വൽ ടോപ്പോളജി. യൂഷ്വൽ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം യൂഷ്വൽ മെട്രിക് അല്ലെ? യൂഷ്വൽ മെട്രിക് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ.
where xy belongs to R. ഈ മെട്രിക് ഇൻഡ്യൂസ് ചെയ്യുന്ന ടോപ്പോളജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂഷ്വൽ ടോപ്പോളജി എന്ന് പറയുന്നത്. ഈ മെട്രിക് ഇൻഡ്യൂസ് ചെയ്യുന്ന ടോപ്പോളജി. അതായത് നമുക്ക് ഇതിന്റെ ഓപ്പൺ ബോൾസ് നോക്കാം. ഓപ്പൺ ബോൾസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ബി ആർ ഓഫ് എക്സ്. ബി ആർ ഓഫ് എക്സ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ y such that d of xy less than r. d of xy less than r. That is set of all y such that modulus of x minus y less than r. ഇതെന്താണ്? x സെന്റർ ആയിട്ട് r റേഡിയസിലുള്ള ഓപ്പൺ ഇന്റർവെൽ. ഓക്കെ, x സെന്റർ ആയിട്ട് r റേഡിയസിലുള്ള ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ ഇന്റർവെൽസും എടുക്കുക. ഓക്കെ, അത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ ഇന്റർവെൽസും എടുക്കുക. എക്സ് സെന്റർ ആയിട്ട് ആർ റേഡിയസിലുള്ള എല്ലാ ഓപ്പൺ ഇന്റർവെൽസും എടുക്കുക. അതാണ് എന്ത്? ഓപ്പൺ ബോൾസ് ഓഫ് ആർ. ഓപ്പൺ ബോൾസ് ഓഫ് ആർ എന്ന് പറയുന്നത് എക്സ് ഒരു എലിമെന്റ് സെന്റർ ആയിട്ട് ഒരു പെർട്ടിക്കുലർ റേഡിയസിലുള്ള ഒരു ഫൈനൈറ്റ് റേഡിയസിലുള്ള ഇന്റർവെൽ. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽസ്. അതാണ് എന്ത്? ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം യൂണിയൻ ഓഫ് എനി ഓപ്പൺ ബോൾസ് ഈസ് അനദർ ഓപ്പൺ ബോൾ. ഓക്കെ, ആർബിട്രറി യൂണിയൻ. ഓക്കെ, അതൊരു ഓപ്പൺ സെറ്റ് ആണെന്ന് പറയാം. ഓപ്പൺ ബോൾസ് ആർ ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, ഓപ്പൺ ബോൾസ് ആർ ഓപ്പൺ സെറ്റ്സ്. ഓപ്പൺ സെറ്റ്സ്. ഓപ്പൺ ബോൾസ് ആർ ഓപ്പൺ സെറ്റ്സ്. സോ നമ്മുടെ ടോപ്പോളജിയിലുള്ള എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ സെറ്റ്സ്. ടോയിലുള്ള എലമെന്റ്സിന് പറയുന്ന പേരാണ് ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ എലമെന്റിനെ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ സെറ്റ്. ടോയിലുള്ള ഓരോ എലമെന്റിനെ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത്. ഏത് ടോപ്പോളജി ആണെങ്കിലും അതിലുള്ള എലമെന്റ്സിനെ പറയുന്ന, അതിലുള്ള സബ്സെറ്റുകളെ പറയുന്ന, ടോപ്പോളജിയിലുള്ള സബ്സെറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എല്ലാ ഓപ്പൺ ബോൾസും എന്താണ്? ഓപ്പൺ സെറ്റ്സ് ആണ്. ഇനി ഏതൊരു ഓപ്പൺ സെറ്റിനെയും ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിട്ട് എഴുതാൻ പറ്റും. ഏതൊരു ഓപ്പൺ ബോൾസിനെയും നമുക്ക് ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസിന്റെ ഓപ്പൺ ബോൾസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓപ്പൺ ബോൾസ് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് അതിന്റെ ഇൻ മെട്രിക് ടോപ്പോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ എന്താണ്? ആർബിട്രറി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, ഓപ്പൺ ബോൾസിന്റെ ഓപ്പൺ ബോൾസ് ആർ ഓപ്പൺ സെറ്റ്സ്. സോ ഈ ഓപ്പൺ സെറ്റുകളുടെ ആർബിട്രറി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? ഓപ്പൺ സെറ്റ് ആണ്. സോ എന്ത് ചെയ്യുന്നുണ്ട്? ടോയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോയുടെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് എടുക്കാം. കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് എടുത്തു കഴിഞ്ഞാൽ will belongs to ടോ. ടോയിൽ ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ഒക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതും എന്തുണ്ടായിരിക്കും? ടോയിൽ ഉണ്ടായിരിക്കും. ഇനി എല്ലാ ഓപ്പൺ സെറ്റുകളും എടുക്കാം. നമുക്ക് സപ്പോസ് ഇത്തരത്തിലുള്ള ഓപ്പൺ സെറ്റുകളും ഉണ്ട്. എ ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ സെറ്റുകളും ഉണ്ട്. ഓക്കെ, എ ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ സെറ്റുകളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ഓപ്പൺ സെറ്റുകളുടെയും കളക്ഷൻ എടുക്കാം. അതാണ് എന്ത്? ടോ എന്ന് പറയുന്നത്. ടോ ഈസ് ഹിയർ. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, സോ ഇതാണ് യൂഷ്വൽ ടോപ്പോളജി ഓൺ ആർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബേസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ബേസ് ഓഫ് എ ടോപ്പോളജി. ബേസ് എന്നുള്ളത് ആക്ച്വലി ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ്. എക്സ് എന്നുള്ള ഒരു സെറ്റ് എടുക്കുക. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ടോ. ടോയുടെ ഒരു സബ്സെറ്റ് ആണ് ബി. അങ്ങനെയാണെങ്കിൽ ബി ഈസ് എ ബേസ്. if for every open set u belongs to tau, u is the union of some members of b where b belongs to b alpha belongs to b. u എന്തായിട്ട് എഴുതാൻ പറ്റണം? b യിലുള്ള സം എലമെന്റ്സിന്റെ യൂണിയൻ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഒരു ടോ എന്നുള്ളൊരു ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്.
ആണെങ്കിൽ ഇതിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് എടുത്ത് അല്ലെങ്കിൽ യു എടുത്തു കഴിഞ്ഞാലും യു ആണ് ടോയിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ ഫോമിൽ ഉണ്ടാവുക. യു എടുത്തു കഴിഞ്ഞാലും ഈ യുവിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? ഇതിലുള്ള സം എലമെന്റ്സിന്റെ യൂണിയൻ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ബിയിലുള്ള സം എലമെന്റ്സിന്റെ യൂണിയൻ ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ബേസ് എന്ന് പറയുന്നത്. ആക്ച്വലി ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ മനസ്സിലാവും നമുക്ക്. ഇപ്പൊ ആറില് നമ്മൾ പറഞ്ഞു അല്ലെ, ആറിൽ നമ്മൾ ടോപ്പോളജി പറഞ്ഞു, യൂഷ്വൽ ടോപ്പോളജി പറഞ്ഞു. ആർ ആൻഡ് ടോ. ടോയിലുള്ള എലമെന്റ്സ് സം എ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ ഉണ്ടായിരിക്കും. എ ഇൻഫിനിറ്റി എന്നുള്ള ഫോമില് ടോയിലുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ട് അറിയാം. എന്ത് ടോപ്പോളജി, മെട്രിക് ടോപ്പോളജി യൂസ് ചെയ്തിട്ട് എന്താ അറിയാം? ഏതൊരു ഓപ്പൺ സെറ്റിനെയും ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏതൊരു ഓപ്പൺ സെറ്റിനെയും ഡിസ്ജോയിന്റ് യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് ആയിട്ട്. സോ ഇത്തരത്തിലുള്ള ഓപ്പൺ സെറ്റുകളെ യൂണിയൻ ഓഫ് ബി ആൽഫ, ഈ ബി ആൽഫ എന്നുള്ളത് എന്താണ്? ആക്ച്വലി സം ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ബി ആൽഫ എന്നുള്ളത് എന്താണ്? ബി ആൽഫാസ് ഒക്കെ ഡിസ്ജോയിന്റ് ആണ്. സോ ഇവിടുത്തെ ബേസ് എന്തായിരിക്കും? ബേസ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ, ഓർ ബി ഈക്വൽ ടു ബേസ് ഇസ് ദ കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബോൾസിന്റെ കളക്ഷൻ ആയിട്ട് ബേസ് എടുത്താൽ മതി. ടോയില് ആർ റിയൽ ലൈനിന്റെ ബേസ് ആയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? ഓപ്പൺ ബോൾസ്, കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് എടുക്കാം. ഓക്കെ, ഓപ്പൺ ബോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇന്റർവെൽ ഓഫ് ദിസ് ഫോം, ബൗണ്ടഡ് ആയിട്ടുള്ള ഓപ്പൺ ഇന്റർവെൽസ് ആർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ബൗണ്ടഡ് ഓപ്പൺ ഇന്റർവെൽസിന്റെ കളക്ഷൻ എടുക്കാം. എഴുതാം ദിസ് ദ സെറ്റ് ഓഫ് ഓൾ എ കോമ ബി സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ. ദിസ് ഇസ് ദ ബേസ് ഓഫ് ദി യൂഷ്വൽ ടോപ്പോളജി. ഓക്കെ, ബേസ് ഓഫ് ദി യൂഷ്വൽ ടോപ്പോളജി. യൂഷ്വൽ ടോപ്പോളജിയുടെ ബേസ് എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ ബൗണ്ടഡ് ഓപ്പൺ ഇന്റർവെൽസ് ഓർ ഓപ്പൺ ബോൾസ്. അതായത് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ടോയിലുള്ള ഏതൊരു എലമെന്റിനെയും ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഏതൊരു എലമെന്റിനെയും ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബേസ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ് ബേസ് ആണ്. ഓക്കെ, സബ് ബേസ് എന്ന് പറയുമ്പോൾ നമുക്കത് ടോപ്പോളജി ആയിട്ട് ഫസ്റ്റ് കണക്ഷൻ തോന്നില്ല എങ്കിലും ഒരു ബേസിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സബ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സബ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സബ് ബേസ് എന്ന് പറയുമ്പോൾ സപ്പോസ് എസ് എന്നുള്ള സെറ്റ് എടുത്തു. എസ് ഇസ് കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്, കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ്. ഓക്കെ, S is the some subsets of family of some subsets of X. ടോപ്പോളജി ആവണമെന്നില്ല. ഓക്കെ, ടോപ്പോളജി ആവണമെന്നില്ല. പക്ഷെ അതിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ്, എസിലുള്ള എലമെന്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ് ഒക്കെ ബേസിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു എസ് എന്നുള്ളത് സബ് ബേസ് ആണെന്ന് പറയാം. ഓക്കെ, എസിലുള്ളത് സബ് ബേസ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് എസ് ഈസ് കോൾഡ് a subbase of X if the finite intersections of S belongs to the base of X. Okay, belongs to the base of X. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? സബ് ബേസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, എക്സ് എന്നുള്ളത് ആർ എടുത്തു, എസ് എന്നുള്ളത് കളക്ഷൻ ഓഫ് ഓൾ എ ഇൻഫിനിറ്റി എന്ന് എടുത്തു. എ ബിലോങ്സ് ടു ആർ, കളക്ഷൻ ഓഫ് ഓൾ എ ഇൻഫിനിറ്റി എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എവിടെ ഉണ്ടായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മൾ എ ഇൻഫിനിറ്റി എടുത്തു ആൻഡ് ബി ഇൻഫിനിറ്റി എടുത്തു. ഓക്കെ, സപ്പോസ് എ എന്നുള്ളത് ലെസ് ദാൻ ബി ആണെന്ന് വിചാരിക്കുക. എ ലെസ് ദാൻ ബി ആണെങ്കിൽ വാട്ട് അബൌട്ട് എ ഇൻഫിനിറ്റി ഇന്റർസെക്ഷൻ ബി ഇൻഫിനിറ്റി? ഓക്കെ, എ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ എ ഇൻഫിനിറ്റി ഇന്റർസെക്ഷൻ ബി ഇൻഫിനിറ്റി എന്തായിരിക്കും? എ ബി ആയിരിക്കും. ഓക്കെ, എ ബി ആയിരിക്കും. ദിസ് വിൽ ബിലോങ്സ് ടു ദ ബേസ്.
യൂഷ്വൽ ടോപ്പോളജിയുടെ ബേസിൽ ഉണ്ടായിരിക്കും അല്ലെ. യൂഷ്വൽ ടോപ്പോളജിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ ഓപ്പൺ ബൗണ്ടഡ് ഇന്റർവെൽസ്. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ബൗണ്ടഡ് ഇന്റർവെൽ. സോ ഇതിന്റെ ഇന്റർസെക്ഷൻ എവിടെ ഉണ്ട്? ബേസിലുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബി ഗ്രേറ്റർ ദാൻ ഓർ ബി ലെസ് ദാൻ എ ആണെങ്കിൽ ഇത് ഏത് ഫോമിലായിരിക്കും? ഇന്റർസെക്ഷൻ ഏത് ഫോമിലായിരിക്കും? ബി എ ഫോമിലായിരിക്കും. അത് എന്തിലുണ്ടായിരിക്കും? ബേസിലുണ്ടായിരിക്കും. സോ ഓൾ പോസിബിൾ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻസ് എവിടെ ഉണ്ട്? ബേസിലുണ്ട്. സോ എസ് ഇസ് കോൾഡ്, ദിസ് ഇസ് കോൾഡ് ദ സബ് ബേസ് ഓഫ് ആർ. സബ് ബേസ് ഓഫ് ആർ. ഓക്കെ, സബ് ബേസ് ഓഫ് ആർ. ഇത് പക്ഷെ ഈ എലമെന്റ്സ് ഒക്കെ ബേസിൽ, ഈ എലമെന്റ്സ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? ബേസിലുണ്ടായിരിക്കും. ഓക്കെ, ഈ എലമെന്റ്സ് ഒക്കെ ബേസിലുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എസ് എന്നുള്ളത് ബേസ് ആണെന്ന് പറയാൻ പറ്റില്ല. എസ് എന്നുള്ളത് ബേസ് ആണെന്ന് പറയാൻ പറ്റില്ല. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബേസ് എന്ന് പറയാൻ പറ്റും. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബേസ് എന്ന് പറയാൻ പറ്റും. പക്ഷേ അപ്പോ എസ് എന്നുള്ളത് മച്ച് സ്മോളർ ദാൻ ബേസ് അല്ലെ. ബേസിനേക്കാളും കുറച്ചുകൂടെ സ്മോളർ ആണ് എസ്. പക്ഷെ എന്നാലും എസിന്റെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് റിസൾട്ട് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിസൾട്ട് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ബേസ്, സബ് ബേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണ് സബ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് എവിടെ ഉണ്ടായിരിക്കണം? ബേസിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരം ഫാമിലിയെ നമ്മൾ പറയുന്നതാണ് സബ് ബേസ് ഓഫ് എക്സ് എന്നുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കുറച്ച് റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.